എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചാത്തന്നൂർ, തിരുമുക്ക്, ഇത്തിക്കര, മൈലക്കാട്, കൊട്ടിയം എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ വർക്ക് നടക്കുന്ന ഭാഗത്തെ അപ്ഡേറ്റുകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ തെക്ക് ഭാഗത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള ഭാഗം വരെയുള്ള ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിനെയും അപ്രോച്ച് റോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള അപ്രോച്ച് സ്ലാബിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലെ കാസ്റ്റിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്തെ കാഴ്ച കാണിക്കുമ്പോൾ അതും കൂടി കാണിക്കാം. ഈ ഒരു ഭാഗത്ത് കാസ്റ്റിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തായി ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പാരിപ്പള്ളിയിലും ചാത്തന്നൂരും കൊട്ടിയത്തുമൊക്കെ ഇനി അപ്രോച്ച് റോഡ് സ്ലാബിൻ്റെ വർക്കുകൾ മാത്രമാണ് പെൻഡിംഗ് ആയിട്ടുള്ളത്. പാരിപ്പള്ളിയിൽ 2 ഭാഗത്തെയും അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ ഭാഗത്തെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചാത്തന്നൂർ ജംഗ്ഷനിലും പൂർണ്ണമായും എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണം എന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. സമരം നടക്കുന്നുണ്ടെങ്കിലും എല്ലാ ഭാഗങ്ങളിലും വർക്കുകളൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം 400ഓളം ഭാഗങ്ങളിലാണ് ഇപ്പോൾ സോയിൽ ടെസ്റ്റിംഗ് നടക്കുന്നത്. സോയിൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും എവിടെയെങ്കിലും ഇനി മാറ്റം വരുത്തണോ എന്നുള്ള തീരുമാനം വരുന്നത്. സംശയം തോന്നുന്ന പല സ്ഥലങ്ങളിലും 3-4 ഭാഗങ്ങളിലായി തിരിച്ചാണ് ഇപ്പോൾ സോയിൽ ടെസ്റ്റിംഗ് നടക്കുന്നത്. ഏകദേശം 30 മീറ്ററോളം ആഴത്തിലുള്ള സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. കടവൂർ, മൈലക്കാട്, മേവറം എന്നീ ഭാഗങ്ങളിലെ സോയിൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പുതിയ ശുപാർശ ദേശീയപാത അതോറിറ്റിക്കായി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന തീരുമാനമനുസരിച്ചിട്ടായിരിക്കും എത്ര മീറ്ററിലുള്ള ഫ്ലൈ ഓവറാണ് വരുന്നതെന്ന് തീരുമാനമാകുക. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ശുപാർശ അനുസരിച്ചിട്ട് കടവൂരിൽ 450 മീറ്ററിലും മേവറത്ത് 300 മീറ്ററിലും മൈലക്കാട് 200 മീറ്ററിലുമുള്ള ഫ്ലൈ ഓവർ നിർമ്മിക്കും എന്നാണ് അറിയുന്നത്. അതിൻ്റെ അനുവാദം കിട്ടുന്ന മുറയ്ക്കായിരിക്കും വർക്കുകൾ ആരംഭിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊന്നും വർക്ക് ആരംഭിച്ചിട്ടില്ല. ഇനി ഇവിടെ നിന്നും ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആക്കി ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടിരിക്കുന്നതായി കാണാം. ഇത് ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്തെ കാഴ്ചയാണ്. ഇവിടെ അപ്രോച്ച് സ്ലാബിൻ്റെ കാസ്റ്റിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വർക്ക് പെൻഡിങ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ തിരുമുക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്.
ചാത്തന്നൂരിനും തിരുമുക്ക് അടിപ്പാതയ്ക്കും ഇടയ്ക്കായി ഒരു എൻട്രി പോയിന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നേരെ കാണുന്നത് തിരുമുക്ക് അടിപ്പാതയുടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ ടാറിംഗ് വർക്കുകളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. റോഡിൻ്റെ മധ്യഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ ഇനി ബാക്കിയുണ്ട്. തിരുമുക്കിൽ പുതുതായി ഒരു അടിപ്പാത കൂടി നിർമ്മിച്ചിട്ടുണ്ട്. പഴയ അടിപ്പാത കഴിഞ്ഞ് 3 മീറ്ററോളം മാറിയാണ് പുതിയ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. 2 അടിപ്പാതകളോട് ചേർന്നുള്ള ആറിവാൾ പാനലിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടിപ്പാതയുടെ കാഴ്ചകളൊന്ന് പോയി കാണാം. രണ്ടാമതായി കാണുന്ന അടിപ്പാതയാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ആദ്യത്തെ അടിപ്പാതയുടെ അതേ വലിപ്പത്തിൽ തന്നെയാണ് രണ്ടാമത്തെ അടിപ്പാതയും നിർമ്മിച്ചിരിക്കുന്നത്. പരൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിന് വേണ്ടിയാണ് അല്പം കൂടി മാറി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അടിപ്പാതയുടെ മറുവശത്തെ കാഴ്ചയാണ്. ഇപ്പോൾ ഒരു അടിപ്പാതയിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്, മറ്റേത് ഓപ്പണാക്കി കൊടുത്തിട്ടില്ല. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അടിപ്പാതയുടെ 2 സൈഡിലും ഫ്രിക്ഷൻ സ്ലാബുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. 2 അടിപ്പാതയുടെയും ഇടയ്ക്കുള്ള ഭാഗത്തെ വർക്കാണിപ്പോൾ നടക്കുന്നത്. അവിടെയും മണ്ണ് ഫില്ല് ചെയ്ത് മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ടാറിംഗ് വർക്കുകളൊക്കെ നടക്കുക. ഇത് ഇത്തിക്കര പാലത്തിനും തിരുമുക്കിനും ഇടയ്ക്കുള്ള ഭാഗമാണ്. ഇവിടെ വലത് സൈഡിലെ സർവീസ് റോഡ് ആ ഒരു കുന്നിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ആ ഭാഗത്തെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയാക്കി മുകളിൽ മണ്ണ് ഫില്ല് ചെയ്ത് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തും പോയി കാഴ്ചകളൊക്കെ കാണാം. ഇടത് സൈഡിലെ സർവീസ് റോഡും കുറച്ച് ഭാഗം വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ റോഡ് വരുന്ന ഭാഗത്തെ മണ്ണൊക്കെ നീക്കം ചെയ്യുകയാണ്. ഉടൻ തന്നെ ഇവിടെയും ടാറിംഗ് പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കും. ശിവാലയ കമ്പനിയുടെ ഒരു പ്ലാന്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്തൊന്നും വർക്ക് പുരോഗമിക്കാത്തത്. അവസാന ഘട്ടത്തിലായിരിക്കും അവിടെ വർക്ക് നടക്കാൻ സാധ്യത. ഇത് ആ കുന്നിൻ്റെ മുകളിലൂടെ പോകുന്ന സർവീസ് റോഡാണ്. ഈ ഭാഗത്ത് വർക്ക് ഇത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്. സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ടാറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കൊട്ടിയത്തും പറക്കുളത്തും ഒന്നും ഇതുവരെയും ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് തീരുമാനമായിട്ടില്ല. നേരെ കാണുന്നത് ഇത്തിക്കര പാലമാണ്. പാലത്തിൻ്റെ നിർമ്മാണമെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗം ഇത്തിക്കര പാലം കഴിഞ്ഞ് മൈലക്കാട് എത്തുന്നതിന് മുന്നേ ഉള്ള അടിപ്പാതയുടെ നിർമ്മാണമാണ്. ഇവിടെ ഒരു ഭൂഗർഭ അടിപ്പാതയാണ് നിർമ്മിക്കുന്നത്. സർവീസ് റോഡ് അടിപ്പാതയുടെ മുകളിൽ കൂടിയായിരുന്നു നേരത്തെ ഡിസൈൻ അനുസരിച്ച് ചെയ്തിരുന്നത്. പ്രദേശവാസികളുടെ ആവശ്യം അനുസരിച്ച് ഇപ്പോൾ ആ ഭാഗത്തെ അടിപ്പാതയുടെ ഭാഗം നീക്കം ചെയ്ത് അവിടെ സർവീസ് റോഡ് താഴെ കൂടെ കടന്നു പോകുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ചെറിയ ഒരു അടിപ്പാതയാണ് നിർമ്മിക്കുന്നത്. ഏകദേശം 3 മീറ്ററോളം ഉയരവും 3 മീറ്ററോളം വീതിയുമുള്ള അടിപ്പാതയാണെന്നാണ് കരുതുന്നത്. അല്പം കൂടി താഴ്ത്തി നിർമ്മിച്ചിരുന്നെങ്കിൽ വലിയ വാഹനങ്ങൾക്ക് കൂടി കടന്നു പോകാമായിരുന്നു. ഇപ്പോൾ ചെറിയ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും പോകാവുന്ന രീതിയിലുള്ള അടിപ്പാതയാണ് നിർമ്മിക്കുന്നത്. പൊളിഞ്ഞു വീണ ആറിവാൾ പാനലുകളും ആ ഭാഗത്തുണ്ടായിരുന്ന മണ്ണുമെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 200 മീറ്റർ വരുന്ന ഫ്ലൈ ഓവറാണ് നിർമ്മിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോഴും ഇവിടെ മണ്ണ് ടെസ്റ്റിംഗ് നടക്കുകയാണ്. 30 മുതൽ 35 മീറ്ററോളം നീളം വരുന്ന ഗർഡറുകളായിരിക്കും ഉപയോഗിക്കുക. ഇവിടെ റോഡിൻ്റെ മറുവശത്താണ് അന്ന് അപകടമുണ്ടായത്. ആ ഭാഗത്തെ കൾവെട്ട് പൂർണ്ണമായും പൊട്ടി
തെന്നി മാറുകയാണ് സംഭവിച്ചത്. ഇപ്പോൾ കാണുന്നത് മറുവശത്തെ കാഴ്ചയാണ്. ഈ ഇടത് സൈഡിലായിട്ടാണ് ഒരു കൾവെട്ടുള്ളത്. ഈ ഒരു കൾവെട്ട് ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടില്ല. 200 മീറ്റർ എന്ന് പറയുമ്പോൾ ഇനിയും അറിവാൾ പാനലുകളൊക്കെ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴുള്ള അടിപ്പാതയുടെ 2 സൈഡിലുമായിട്ടാണോ അതോ ഒരു സൈഡിലായിരിക്കുമോ എന്നത് അറിയാൻ കഴിയില്ല. മിക്കവാറും വടക്ക് സൈഡിലായിരിക്കും പുതിയ ഫ്ലൈ ഓവർ വരാൻ സാധ്യതയുള്ളത്. ഇവിടെ നിന്ന് നേരെ കൊട്ടിയം ഭാഗത്തേക്ക് പോകാം. ഇത് കൊട്ടിയം എത്തുന്നതിന് മുന്നേ സിതാര ജംഗ്ഷനിലാണ്. ഇവിടെ വർക്കുകളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. കൊട്ടിയം ജംഗ്ഷനിലും ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വടക്ക് സൈഡിലെയും തെക്ക് സൈഡിലെയും അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണവും കുറച്ച് ടാറിംഗ് വർക്കുകളെ ഇനി ബാക്കിയുള്ളൂ. മറ്റ് ഭാഗങ്ങളിലെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.